ഒരു സംസ്ഥാനത്തിനുള്ളതുപോലെയുള്ള അതേ അധികാരങ്ങൾ തന്നെയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലുള്ളവയുടെ മേൽ അവയ്ക്കുമുള്ള അധികാരം. അപ്പോ ഇനി അയ്യോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവര് പിന്നെ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരെക്കാൾ താഴെയല്ലേ, അതുപോലെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്നവരെ പിന്നെ താഴെയല്ലേ? ഒരു കാരണവശാലും ഇവരെ 3 തട്ടിൽ നമുക്ക് നിർത്താൻ പറ്റുകയില്ല. 3 തട്ടിലല്ല നിൽക്കേണ്ടത്, ഒരേ തട്ടിലാണ് അവർ നിൽക്കേണ്ടത്. കാരണം ഈ 3 ഭരണക്രമങ്ങളും, അതായത് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്, ഇത് 3ഉം ഒരുപോലെ ശക്തങ്ങളായ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഗവൺമെന്റുകളാണ്. അപ്പൊ ഈ ആരാണ് കൂടുതൽ അധികാരമുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ആ കവറേജിന്റെ അർത്ഥത്തിൽ നമ്മൾ പറയും 940 പിന്നെ പഞ്ചായത്തുകളെയും ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഗവൺമെന്റ് അല്ലേ ഓരോ പഞ്ചായത്തിനേക്കാൾ ശക്തം? ശരിയാണ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുൻപിൽ ഈ പറയപ്പെട്ട ഭരണകൂടങ്ങളെല്ലാം ഒരുപോലെ ശക്തങ്ങളാണ്. മഹാത്മാഗാന്ധി വിഭാവന ചെയ്തതും അതുപോലെ സ്വയം പര്യാപ്തങ്ങളായ, കഴിയുമെങ്കിൽ സ്വയം പര്യാപ്തം, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആകാം, പക്ഷേ ശക്തങ്ങളായ വില്ലേജ് സ്വരാജ് തന്നെയാണ് മഹാത്മാഗാന്ധി വിഭാവന ചെയ്തത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നതും അങ്ങനെയുള്ള എന്താണ് സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ്. അപ്പൊ ആ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആണെങ്കിൽ അവിടുത്തെ കൗൺസിലർമാരും അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ നമ്മുടെ MLA-മാരും നമ്മുടെ MP-മാരും ഒക്കെ തന്നെ തമ്മിൽ ഒരുപോലെ കൈകോർക്കേണ്ട സ്ഥാനപതികൾ തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം എന്താണ് ഈ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, അവരവരുടെ ഭരണ ചുമതല സ്വയറിംഗ് ഒക്കെ കഴിഞ്ഞ് ചുമതല ഏറ്റെടുത്ത് ഭരണം നടത്തേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ അതായത് ആദ്യം തന്നെ ഓർക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരുന്ന 28 അധികാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നടത്തപ്പെടേണ്ടത്, അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ എലക്ട് ചെയ്യപ്പെട്ടവർക്ക് അതിൽ വെച്ച് പഠനമുണ്ട്. പക്ഷെ ആ പഠനമൊക്കെ അർത്ഥവത്തായി നടത്തുന്നുണ്ടോ, ഭരണം അർത്ഥവത്തായി നടത്തുന്നുണ്ടോ എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നമുക്ക് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവർക്ക് അതായത് നമ്മുടെ 25 മുതൽ 30% വരെ, അതായത് സംസ്ഥാന ബജറ്റ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ പദ്ധതി വിഹിതത്തിന്റെ 25-30%, അത് ഡിപ്പെൻസ് ഓരോ ബജറ്റിലും, അതായത് 25% മുതൽ 30% വരെ, അത് 40% വരെ കൊടുത്തിരുന്ന സമയവുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെക്കണം, കൊടുക്കണം എന്നാണ് പിന്നെ ഈ കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഫണ്ട് എന്ന് പറഞ്ഞ ആ ഫണ്ട് കൃത്യമായി ചോദിച്ചു വാങ്ങുന്നതിനും അത് കൃത്യമായി ഏതേത് മേഖലകളിലേക്കാണ് ചെലവഴിക്കേണ്ടത് എന്നതിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടതും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആണ്. അപ്പോൾ ഈ ഫണ്ട് ചോദിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്ന കാര്യം വിസ്മരിക്കേണ്ട. അതായത് ഈ കഴിഞ്ഞ വർഷം 2025-26 വർഷം എന്താണ് സംഭവിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 30% ഫണ്ട് മാറ്റിവെക്കുന്നു, വകകൊള്ളിക്കുന്നു ബജറ്റിൽ. പക്ഷേ ഡിസംബറിന് മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ വർഷത്തെ 2024 25 ഡിസംബറിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ഡിക്ലയർ ചെയ്യുന്നു, 2024 ഡിസംബറിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ഡിക്ലയർ ചെയ്യുന്നു 50% പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു ഈ ഫിസ്ക്കൽ ക്രൈസിസ് കാരണം. അപ്പൊ പിന്നെ എന്താ, 50% പിന്നെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം കിട്ടുക. 50% നിന്ന് പിന്നെയും വെട്ടിക്കുറച്ചു, 33% പദ്ധതിയുടെ ചെലവഴിക്കൽ എന്നാണ് പിൽക്കാലത്ത് പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. എന്തായാലും അങ്ങനെ വെട്ടിക്കുറച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെ ആശ്രയിച്ചിരിക്കും.
അപ്പൊ അങ്ങനെ ഗവൺമെന്റ് കാര്യക്ഷമമല്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ പദ്ധതി വിഹിതം പോലും കിട്ടാതെ വന്നാല് അവർക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പൊ ഏതൊക്കെ മാർഗങ്ങളാണ്, അവർക്കും റവന്യൂ സമാഹരിക്കാനുള്ള സാധ്യതകളുണ്ട്, സോഴ്സസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ സോഴ്സസിലാണ് റവന്യൂ സമാഹരിക്കാൻ പറ്റുക, അത് കൃത്യമായിട്ട് പഠിച്ച്, കിലായിൽ പോയി പഠിപ്പിക്കുമ്പോൾ അതനുസരിച്ച് പഠിച്ച് ആ റവന്യൂ കളക്ഷൻ, അതായത് അവനവന്റെ അധികാര പരിധിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാവുന്ന റവന്യൂ ഏതൊക്കെയാണ് അത് കൃത്യമായി പിരിച്ചെടുക്കുക. അതിൽ വർധനവ് വരുത്താൻ സാധ്യതയുള്ളിടത്ത് വർധനവ് വരുത്തുക. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ക്വാറി മാഫിയ എന്ന് ഒക്കെ നമ്മൾ പറയുമല്ലോ, ക്വാറികളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് ക്വാറിയിങ്ങിന് വിട്ടുകൊടുക്കുക, പെർമിഷൻ കൊടുക്കുക. അപ്പോൾ അതൊക്കെ നല്ല വണ്ണം പരിശോധിച്ച് സ്വന്തം പോക്കറ്റ് കനക്കുകയല്ല, എന്റെ തദ്ദേശ സ്വയംഭരണ എന്റെ മേഖല വികസിക്കുകയും വളരുകയുമാണ് വേണ്ടത് എന്ന സംശുദ്ധമായ ഭരണ ആഗ്രഹം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ കല്ലും വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വരുമാനമായി മാറും. അത് മാത്രവുമല്ല, കല്ല് വെട്ടി വിൽക്കുന്നത് എത്രയാ, അല്ലെ കൃത്യമായ പാസോട് കൂടി ഒരു എന്താണ് ഒരു പാസിന് ഒരു ലോഡ് കല്ല്, ഈ തരത്തിൽ പാസ് വെച്ച് കൃത്യതയോടുകൂടി കല്ല് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നല്ല വരുമാന മാർഗമാണ്. പിന്നെ അവരുടെ പരിധിയിൽപ്പെട്ട ഫോറസ്റ്റ് റിസോഴ്സസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വരുമാന മാർഗങ്ങളാണ്, എന്റർടൈൻമെന്റ് ടാക്സ് അവർക്ക് പിരിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ എന്റർടൈൻമെന്റ് ടാക്സ് പിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലാണ്, ഈ തരത്തിൽ തന്റെ അധികാര പരിധിയിലുള്ള വരുമാന സമാഹരണം എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഭരണത്തിലുള്ളവരും അത് കൃത്യമായി കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് എന്നിട്ട് പ്രയോറിറ്റി അനുസരിച്ച് ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചു വേണം അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഒന്നാമത്തെ പ്രയോറിറ്റി, ഉദാഹരണത്തിന് നമ്മൾ പാരിസ്ഥിതികമായൊക്കെ കേരളം വളരെ ബുദ്ധിമുട്ടിലായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്കറിയാം നമ്മുടെ മലീമസമായ ജലസ്രോതസ്സുകൾ, അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും പലതരം പകർച്ചവ്യാധികൾ, പുതിയ പുതിയ പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം കള്ളിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷിപ്പനി മൂലം വലിയ തോതിലുള്ള, അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതുപോലെ എല്ലാ ഇത്തരം രോഗങ്ങള് നമ്മുടെ മലീമസമായ ചുറ്റുപാടുകൾ മൂലം അപ്പോ ഒന്നാമത്തെ പ്രയോറിറ്റി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുക്കേണ്ടത് അത് അവരുടെ ആ ഏരിയ എങ്ങനെയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ജലമലിനീകരണം വലിയ തോതിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് നല്ല ഈ പറയപ്പെട്ട സാഹചര്യങ്ങളെ, എൻവയൺമെന്റിനെ സസ്റ്റൈനബിൾ ആക്കി മാറ്റുന്നതിന് സഹായകമായ രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുക. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമുക്കറിയാം ഇപ്പോഴൊക്കെ പത്രങ്ങളിൽ ഹെഡിങ് പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് റോഡ് അപകടങ്ങൾ മൂലം നഷ്ടപ്പെടുന്ന ജീവനുകളെ പറ്റിയാണ്. അപ്പൊ ഈ റോഡുകൾ നന്നായി വരിക, അവനവന്റെ ഇതിന്റെ കീഴിലുള്ള റോഡുകൾ, പാലങ്ങൾ എന്നിവയൊക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം എങ്ങനെ വികസിപ്പിക്കണം, അതിന് വലിയ പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും അടിസ്ഥാന സൗകര്യം, അതും അടിസ്ഥാന സൗകര്യ ഗണത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതിന് എങ്ങനെ മുൻതൂക്കം കൊടുക്കാം, അങ്ങനെയൊക്കെ പ്രയോറിറ്റി വെച്ച് വേണം ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്താൻ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ പ്രയോറിറ്റി ഒക്കെ നിശ്ചയിക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം, അതായത് എനിക്ക് ഓർമ്മയുണ്ട് മന്ത്രി രാജീവ് ധനമന്ത്രി ആയ വർഷം മുതൽ പറയാൻ തുടങ്ങിയതാണ് സ്റ്റാർട്ടപ്പ് സംസ്കാരം ക്യാമ്പസുകളിൽ കൊണ്ടുവരണമെന്ന്. പക്ഷെ ഇതുവരെ ഏതെങ്കിലും ക്യാമ്പസിൽ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസുകളിൽ പോകാറുണ്ട്, MBA കോളേജ് ക്യാമ്പസുകളിൽ പോകാറുണ്ട്, ഇവിടെ എങ്ങും ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർന്നു വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ മന്ത്രി പ്രസംഗിക്കുന്നു, അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ക്യാമ്പസുകൾക്കുണ്ട് ആ കടമ. അപ്പോ
ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ ഉള്ളത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം. നമ്മുടെ പത്രങ്ങൾ, മാധ്യമങ്ങള്, മനോരമ, മാതൃഭൂമി ഒക്കെ അവരവരുടെ പരിധിക്കകത്ത് തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല കർമ്മങ്ങളും ഉണ്ട്, കർമ്മ പരിപാടികളും ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെ, അതുപോലെ ഇവിടെ നല്ല കുടുംബശ്രീ, ലോകത്തെ ഏറ്റവും മികച്ച കുടുംബശ്രീ പ്രവർത്തനം നടക്കുന്ന, മൈക്രോ എന്റർപ്രൈസസ് പ്രവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഒരു വലിയ പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ പറ്റി ഞാൻ നടത്തിയതാണ്. 5 ജില്ലകളിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ ഞാൻ സ്വയം നടന്നു പോയി കണ്ടതാണ്. കാറിലാണേ പോയത്, പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങണമല്ലോ. അങ്ങനെ വളരെ കൃത്യതയോടെ അവരെങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, അവർ ടെക്നോളജിക്കലി സസ്റ്റൈനബിൾ ആണോ, അവർക്ക് ലാഭമുണ്ടോ, അവർക്ക് എന്തുമാത്രം വരുമാനമുണ്ട്, ഇത്തരം എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് എനിക്കറിയാം ക്യാമ്പസുകളില്, അതായത് ഈ പറയപ്പെട്ട കുടുംബശ്രീയിലെ വനിതകളൊക്കെ പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകളാണ്. അവർ വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളവരല്ല. അവർക്ക് നേടാൻ കഴിയുന്നത് നമ്മുടെ ക്യാമ്പസുകൾക്ക് നേടാൻ കഴിയില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഓരോ സ്ഥാപനവും അവനവന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സ്കൂളുകളാകട്ടെ, എഞ്ചിനീയറിംഗ് കോളേജുകളാകട്ടെ, ഏതുമാകട്ടെ, മെഡിക്കൽ കോളേജ് ആകട്ടെ, മെഡിക്കൽ കോളേജിനെയും ഒരു വരച്ച് അതിനകത്ത് നിർത്താം. എങ്ങനെയാന്ന് വെച്ചാല് അവർ ആ ബയോമെഡിസിൻ രംഗത്തൊക്കെ എന്തുമാത്രം കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ, എന്തുമാത്രം പര്യവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും വേണമെന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശശുദ്ധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകണം. അവനവന്റെ അധികാര പരിധിയിൽപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ശക്തിപ്പെടുത്തണമെന്ന്, അവയെ ഒക്കെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റണമെന്ന് ഒക്കെയുള്ള ആ നല്ല ചിന്താഗതി ഉണ്ട് എങ്കിൽ, അവര് വരുമാനമായി കിട്ടുന്ന ഓരോ പൈസയും പ്രൊഡക്റ്റീവായിട്ട്, ഉൽപാദനക്ഷമമായിട്ട് തന്നെ ചെലവഴിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, തന്റെ തന്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഒരു മാതൃക, ഒരു മോഡൽ സ്ഥാപനമാക്കി മാറ്റണം എന്ന നല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്നതാകുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നാടിന്റെ സ്വപ്നത്തിന്റെ സാരഥികളായിട്ട് മാറണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് ജനങ്ങൾ വില്ലേജ് സ്വരാജ് എന്ന ആ സ്വപ്നം മഹാത്മാഗാന്ധി കാണുന്നത് തന്നെ ആ വില്ലേജിലുള്ള ഓരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരായി മാറുന്നതാണ്. ഓരോ ഗ്രാമത്തിലും അവർക്ക് അവിടുത്തെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള തൊഴിൽ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്രോപ്പിംഗ് പാറ്റേൺ തന്നെ നോക്കിയാൽ മതി. ജാക്ക് ഫ്രൂട്ട് വിപ്ലവം, അതായത് ചക്ക വിപ്ലവം എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം എഴുതിയ ഗ്രന്ഥകാരൻ, അദ്ദേഹം ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിപണനം ചെയ്യാമെന്ന് കൃത്യമായിട്ട് അതിൽ വ്യവഹരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോക്കനട്ട് കൊണ്ട്, അതുപോലെ മാംഗോ, നമ്മുടെ സ്പൈസസ് എടുക്കുക, നമ്മുടെ എന്താണ് പറയുക, പിന്നെ കോഫി, ടീ, ഇതൊക്കെ ഈ പറയപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും 100 തരം മറ്റു ഉൽപ്പന്നങ്ങളാക്കി ഡൈവേഴ്സിഫൈ ചെയ്ത് ലോകത്തിന്റെ എല്ലാ കോണിലും എത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, കുറച്ചു പണം, കുറച്ചു സമയം അതിൽ ചെലവഴിക്കണം. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നവർ മനസ്സിൽ തീരുമാനിക്കുക, ഞാൻ എൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അതിലെ ഏറ്റവും മികച്ച സ്ഥാപനമാക്കി മാറ്റും എന്ന് വിചാരിക്കുക. എന്നിട്ട് വേണം ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതായത് ക്യാമ്പസുകളിൽ തുടങ്ങി അതുപോലെ കുടുംബശ്രീ മൈക്രോ, അവരുടെ ഒക്കെ സഹായം കിട്ടുമല്ലോ. അങ്ങനെ ഏതൊക്കെ സോഴ്സിൽ നിന്ന് സഹായം കിട്ടുമോ അതിൽ നിന്നൊക്കെ സഹായം എടുത്ത് ഓരോ ക്യാമ്പസിലും ഇന്റേൺഷിപ്പിന് അവസരം ഉണ്ടാക്കുക. അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും വലിയ വ്യവസായികളായി മാറണ്ട. അവരിൽ ചിലര് ഒരു ടാറ്റ ഉണ്ടായി എന്ന് വരട്ടെ, ഒരു ബിർള ഉണ്ടായി എന്ന് വരട്ടെ, ഒരു അദാനി ഉണ്ടായി എന്ന് വരട്ടെ. അപ്പൊ അവരിൽ നിന്ന് ധാരാളം പേർ തൊഴിൽ നേടി ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ എത്തിപ്പെടും. അതായിരിക്കണം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടെ തൊഴിലില്ലായ്മ കൊണ്ട്
മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും ഒക്കെ ഊളിയിട്ടിറങ്ങുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അവരെ ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ ബ്രെയിൻ ഡ്രെയിൻ, ഇന്ത്യക്ക് വെളിയിലേക്ക് ബാങ്ക് വായ്പ എടുത്ത് പോകാൻ ഇടവരരുത്. ഈ നാട്ടിൽ തന്നെ മാന്യമായ തൊഴിൽ കണ്ടെത്താൻ അവർക്ക് കഴിയണം. ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം, ഞാനൊരു വ്യവസായിയായി മാറും എന്നൊക്കെ തോന്നത്തക്ക രീതിയിലുള്ള സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ പറയപ്പെട്ട സഹോദരിമാർ, അതായത് ഈ ഭരണകൂടത്തിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അപ്പൊ അവര് ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ പെട്ടെന്ന് 5 വർഷം കൊണ്ട് തീരുന്ന പദ്ധതികൾ, അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെ വെച്ച് ഭരണം പങ്കിടുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പരിപാടി അത് തന്നെ, ആ ഷെയറിങ് തന്നെ അൺപ്രൊഡക്റ്റീവ് ആണ്. പക്ഷെ അങ്ങനെയുള്ളിടത്ത് എവിടെയാണെങ്കിൽ തന്നെയും 1 വർഷത്തേക്കാണ് ഭരണം കയ്യിലിരിക്കുന്നത് എങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതിയെ പറ്റി ആലോചിക്കുമ്പോൾ അതൊരു ദീർഘകാല പദ്ധതിയായിരിക്കണം. ആ ദീർഘകാല പദ്ധതിക്ക് വേണ്ടത്ര റൂട്ട്സ്, വേരുകൾ സൃഷ്ടിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തനിക്ക് പിന്നാലെ വരുന്നവർ ആ പദ്ധതിയുമായി മുന്നേറും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കത്തക്ക ദീർഘകാല പദ്ധതികളിലേക്ക് ചിന്തകൾ ചെല്ലാനും അത്തരം പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ഇവർക്ക് കഴിയട്ടെ.